പതിനായിരമായിരമെന്നും അതിരാവിലെണീറ്റു വരുന്നു മധുരം നിറയും കനവിൻ നഗരം ഉണർന്നേ. പതിനായിരമായിരമെന്നും അതിരാവിലെണീറ്റു വരുന്നു മധുരം നിറയും കനവിൻ നഗരം ഉണർന്നേ. നീ പഠിക്കാനാ? പഠിക്കാൻ പോണ്. പഠിച്ചിട്ട് എന്തരടാ നേടായി? ഇങ്ങോട്ട് നോക്ക്, ഞാൻ പഠിച്ചിട്ടാണ് ഈ രീതിയായത്. നോക്കണ്ട, എന്റെ ഡയലോഗ് അല്ലേ? പഠിക്കാൻ പോണ്. നീ പഠിച്ചിട്ടില്ല. എന്തിനാണ് പഠിക്കണത്? ഞാൻ പഠിക്കാൻ പോകും. നീ എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ പഠിച്ചിട്ടാണ് ഈ നിലയിലായത്. നീ എന്നെ നോക്കേണ്ടതല്ല. ഞാൻ ഇപ്പൊ അതിനും അല്ല വന്നത്. ഏയ്, ഞാൻ ഇപ്പൊ അതിനൊന്നും അല്ല വന്നത്. പിന്നെ എന്തിനാ ലോട്ടറി റിസൾട്ട് നോക്കാൻ? അല്ലെന്ന്. എടേ, ഇതിന് ട്യൂബ് ഉണ്ടോ? ട്യൂബ്. ട്യൂബാ? ഓ, ഈ ട്യൂബിൽ കൂടെ എനിക്ക് ഡിസ്കോ ഡാൻസ് കാണാൻ പറ്റും. യൂട്യൂബ്. അമ്മ, ശങ്കരാപ്പൂപ്പന് ഡിസ്കോ ഡാൻസ് ആണല്ലോന്ന്. അമ്മ, എന്തോന്നാടാ വിഷ്ണു? ശങ്കരന് എന്തോ കാണണമെന്നാ പറഞ്ഞ? ബാബാണി നീ കയറി അകത്ത് പോ. ഇവൻ കിടന്ന് വിളിക്കും. ഞാൻ ഇവനോട് പറഞ്ഞു ശങ്കരപ്പൂപ്പിനെ ഒന്ന് വിളിച്ചേ. ആ പൂപ്പിനെ ഒന്ന് വിളിക്കാൻ. ശങ്കരാപ്പൂപ്പ, അപ്പൂപ്പ, സുഖല്ലേ? അപ്പൂപ്പിന് എന്താ കാണണ്ടേ? എനിക്കാ? ഞാൻ ചെറുക്കൻ്റെ പറഞ്ഞു കിട്ടി. ഈ പിള്ളേര് കളിക്കുന്ന ഡാൻസ് ഉണ്ടല്ലേ. എന്ത് ഡാൻസാ? അത് ഞാൻ എന്റെ കൂടെ എങ്ങനെ പറയും? ട്യൂബില് അല്ല, എന്തോ ട്യൂബ് എന്നൊക്കെ പറഞ്ഞല്ലോ. എന്തൊരു ട്യൂബാ? എന്തൊരു ട്യൂബ്? യൂട്യൂബ്. ഞാൻ കാണിച്ചേ. ഇന്ന് കണ്ടാ കൊള്ളായിരുന്നു. ശങ്കരപ്പൂപ്പിന് ഈ പ്രായത്തിലും ഭയങ്കര ജില്ലാണല്ലോ. അയ്യോ, അങ്ങനൊന്നുമില്ല. അല്ല, ഞാനൊരു സത്യം ചോദിച്ചോട്ടെ, പണ്ട് കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ഒരുപാട് കണ്ട്, ഇപ്പം കാണാറില്ല. അതുകൊണ്ടാണ് ഒരു ആഗ്രഹം. പണ്ട് കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച്? ഏതെല്ലാം ഹോട്ടലിൽ പോയി ബാറ് അടിക്കണ ഹോട്ടലൊക്കെ ഉണ്ടല്ലേ, അവിടെയൊക്കെ പോയി. ചുമ്മാ ചുമ്മാ തള്ളാണ് തള്ളു. സത്യം. ആരുടെ ഡാൻസ് കണ്ടു? ഞാൻ ഇതൊന്നും പിന്നെ ആര് ഡാൻസ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പേരൊന്നും പറയാറുന്നില്ല. കുറെ പെണ്ണുങ്ങൾ പറഞ്ഞ് കാണുന്നു പോണു വരുന്നത് തന്നെ. ഡാൻസ് ഇഷ്ടമാണോ? ശങ്കരപ്പൂപ്പൻ കളിക്കുമായിരുന്നോ? അങ്ങനെ വയസ്സാകാലത്ത് കളിക്കാൻ പണ്ടൊക്കെ കളിക്കുമായിരുന്നു. ഞാൻ കാണിച്ചു തന്ന ശങ്കരപ്പൂപ്പൻ കൂടെ കളിക്കുമോ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കട്ടയും കൂടെ മടങ്ങി പോവാ. ഞാൻ രഹസ്യമായിട്ട് ട്യൂബ് കാണിച്ചു തരാം. ഞാൻ കണ്ടോണ്ടിരിക്ക കളിച്ച.
ഞാൻ കളിച്ചാലോ മനസ്സിലായ എവിടെ കൊണ്ട് തല വെച്ചത്? ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? എന്താ ഇപ്പൊ പെങ്കൊച്ചിനോട് പറഞ്ഞോണ്ടിരിക്കണേ? ഡാൻസ് കളിക്കും ഞാൻ കാണാൻ പറഞ്ഞത് കുഴപ്പം തരും. ആ കൊച്ചു കളിക്കാന്ന് പറഞ്ഞു. സത്യമായിട്ട് കളിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ പറയോ? അങ്ങനെ തോന്നുന്നു. ഞാൻ അങ്ങനെ പറയാം. എന്റെ മുഖത്തോട്ട് നോക്കിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അതെ അതെ. ശങ്കരനാ പറഞ്ഞെന്നാണല്ലോ കൊച്ചു പറഞ്ഞ. ഇല്ല, എന്നെ വിളിച്ചിട്ട് പറയല്ലേ ശങ്കർ എന്തൊരു ഇവിടെ പറഞ്ഞിട്ട് പോയാ. ഞാൻ പണ്ടേ ശങ്കരപ്പൂപ്പൻ ഡാൻസ് കളിക്കാൻ പോയ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല? ഇല്ല മോളെ. പണ്ട് ഡാൻസ് കളിക്കുമായിരുന്നു. ഒത്തിരി പേരുടെ ഡാൻസ് കണ്ടിട്ടുണ്ട്. എവിടെ ബാറിലല്ലേ? ഏത് ബാറ്? ബാറിന്റെ പേരൊന്നും ഇപ്പൊ ഓർമ്മയില്ല. പിന്നെ ചുമ്മാ പോകള്ള വെള്ളടിക്കാൻ പോയോ? ബാറിൽ പോയ മാറിപ്പോയി വെള്ളാടി പണ്ടടി ഒത്തിരി കാര്യം പറയണത് ഇവിടെ. ഞാനും കുട്ടനും കൂടെ അല്ലേ നിന്നെ അറിയില്ലെന്നും പറഞ്ഞിട്ടുണ്ട് അന്ന്. എടി പറഞ്ഞ കേട്ടോ, നിന്റെ അച്ഛനും ചെന്നിട്ടുണ്ടെന്ന്. ബാറില്ല. പിന്നെ നിനക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഏത് ബാറില്? അത് ബാറൊന്നും എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. എന്ത് ഡാൻസ് ആയിരുന്നു? ക്യാബറ അല്ലേ? ഡിസ്കോ. ഡിസ്കോ അത് തന്നെ. ഡിസ്കോ അല്ലേ ക്യാബറ? രണ്ടും ഒന്ന് തന്നെ. എനിക്കറിയത്തില്ല കേട്ടോ. ഇതൊക്കെ ശങ്കരപ്പൂപ്പനല്ലേ അറിയത്തുള്ളൂ. സീനായ അല്ല, ഇതിനൊരു തീരുമാനമാക്കിട്ട് പോയ പോരെ? തീരുമാനം ഞാൻ ഡാൻസ് കാണാൻ പോണില്ല. തീർന്നിട്ട് അതല്ല, ഇപ്പൊ ശങ്കറിന് എന്താ പ്രശ്നം? ഇപ്പൊ ഡിസ്കോ ഡാൻസ് കാണണം ആണോ എന്റെ അടുത്ത് പതിയെ വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ച്. ഞാൻ പറഞ്ഞു എന്തിനാ ഡാൻസിന്റെ കാര്യം പറഞ്ഞു കൂടെ. അത് ഇത്തിരിയായി. ഞാൻ പ്രതീക്ഷ എങ്ങനെയാവൂന്ന്. എന്നാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചിട്ടെ. ഒരു നല്ല മനുഷ്യനാന്ന് പറയൂ. ഈ മുഖം കണ്ടാ പറയൂ. വയസ്സായ കാലത്ത് കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചെറുപ്പകാലത്തുള്ള കാര്യം പറഞ്ഞില്ലേ? യൂട്യൂബില് പറയട്ടെ. ചുമ്മാ യൂട്യൂബില് ഡിസ്കോ ഡാൻസ് ആണ്. മൊബൈലിൽ എവിടെ? എന്തിന് തങ്കത്തിനെ വിളിക്കാനാ? തങ്കത്തിന് വിളിക്കാനല്ലേ? നെറ്റ് ഉണ്ടോ? ചേച്ചി അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാണും അതിനകത്ത്. നെറ്റ് ഉണ്ടോ നോക്കാനാ? നെറ്റൊന്നും ഇല്ല. നോക്ക്. ഇതിനകത്ത് ഉണ്ടോ നോക്കട്ടെ. യൂട്യൂബ് അത് ഓൺ പോലും ആവൂലല്ലേ. കാണും ചേച്ചി. ഓണുണ്ട്. നെറ്റൊന്നും എന്റെ നെറ്റൊന്നും. ഞാൻ ഇത് കൊച്ചു പിള്ളേരെ പോലെ നെറ്റൊന്നും കൊണ്ട് നടക്കുന്നില്ല. എനിക്ക് അങ്ങനെ വല്ലതും കാണണമെങ്കിൽ വേറെ പിള്ളേരുണ്ടാകുമ്പോൾ പോയി കണ്ടു. എന്നാലും ഇത് തന്നെ കാണണം കേട്ടോ. അവിടെ കണ്ട നീ പിന്നല്ലാതെ അടുത്ത സീനായിരുന്നു വരണ. നമുക്ക് ഒന്നുമില്ലെങ്കിൽ നെറ്റ് ചാർജ് ചെയ്യണ്ടേ? പൈസ കൊണ്ട് ചെല്ലട്ടെ മോളെ. ശരി. ഇതുപോലെ പല രഹസ്യങ്ങളും ഞാൻ നിങ്ങക്ക് ചോർത്തി തരാം. ഇനി ഒരു കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടാനാണ്. ഹലോ, എന്താ ഇവിടെ പാന്റ് ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണല്ലോ ശങ്കരപ്പൂപ്പിന് പാന്റ് ഷർട്ട് ഇട്ട് കാണുന്നത്. ഷൂട്ടെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു. വീട്ടിൽ പോവാണോ? എവിടെ വീട്? എവിടെ? തിരുവനന്തപുരത്ത്. എന്ത് തിരുവനന്തപുരത്ത്? എന്താ ചെയ്യുന്നത് അവിടെ? അവിടെ ഒരു ഹീരയിൽ ഫ്ലാറ്റ് ഉണ്ട്. അവിടെ ഈ സെക്യൂരിറ്റി എന്ന് പറയാം. രാവിലെ 7:30 പോകണം, രാത്രി 7:30 വരും. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും അവിടുത്തെ പണി ആര് നോക്കും? അപ്പൊ ഞാൻ ആരെങ്കിലും പിടിച്ച് അവിടെ ആക്കും. ആക്കി വെച്ചിട്ട് നൈസ് അഞ്ച് മുങ്ങും. ഇപ്പൊ അവിടെ ഹീരോയിലൊക്കെ ഇഷ്ടംപോലെ ഫാൻസ് ഒക്കെ കാണുമല്ലോ. അവിടെ ഉള്ള രാത്രി എന്റെ ആരാധകരേ ഉള്ളൂ. എനിക്ക് വയ്യ. ഫ്ലാറ്റിൽ ഇപ്പൊ എന്താ ശങ്കരപ്പൂപ്പൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഫാൻസ് ഒക്കെ ഓടിക്കൂടുക എന്നൊക്കെ ഒരു വാർത്ത ഞാൻ കേട്ടു. സത്യമാണ്? അതൊക്കെ ചുമ്മാ ആൾക്കാർ നമ്പർ അടിക്കുന്നതാണ്. ആൾക്കാർ കാണുമ്പോഴത്തേക്ക് അത് ഉപ്പുമുളകിലല്ലേ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെയുള്ള അല്ലാതെ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ ശങ്കരപ്പൂപ്പൻ? അതൊക്കെ ഉണ്ട്. ശങ്കരപ്പൂപ്പന്റെ ശരിയുള്ള പേരെന്താ? എന്റെ പേര് മുരളി മാനിഷാദ. മുരളി മാനിഷാദ. ഭയങ്കര ഗംഭീര പേരാണല്ലോ ചേട്ടാ. എന്താണ് ആ പേരിന്റെ പിന്നിൽ? പേരിന്റെ പിന്നിൽ അത് ട്രൂപ്പിന്റെ പേരാണ് മാനിഷാദ. അതിൽ ഞാൻ ഒരു 10-12 കൊല്ലം നാടകങ്ങൾ അഭിനയിച്ചു. അതിന് പിന്നെ ആ ക്ലബൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയി. ഇപ്പോഴും ഞാൻ അനശ്വര എന്ന് പറഞ്ഞുകൊണ്ടൊരു വീട്ടിൻ്റെ അടുത്തൊരു ക്ലബുണ്ട്. അവിടെ ഞാൻ ഇപ്പോഴും ഈ കഴിഞ്ഞ കൊല്ലവും നാടകം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്? ഞാൻ കൂടുതലും കോമഡിയാണ് ചെയ്യാറുള്ളത്. അത് നമുക്ക് പിന്നെ കണ്ടാലേ അറിയാം. പിന്നെ സീരിയസും ചെയ്യും. അപ്പം ഇപ്പൊ ഇതിലേക്ക് വന്നത് എങ്ങനെയാ? ഉപ്പുമുളക് ഇതിലേക്ക് വന്നത് നമ്മുടെ ഈ പഴയ കണ്ണനുണ്ടല്ലോ, റൈറ്റർ സുരേഷ് ബാബു. ആ പുള്ളി എന്നെ വിളിച്ചു, ഇങ്ങനെയാണ് അഭിനയിക്കാൻ പറ്റുമോ, അങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന്
പെട്ടതാണ്. ശങ്കരപ്പൂപ്പൻ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മൾ ഇതുപോലൊരു പരിപാടിയൊക്കെ ചെയ്യും, നമ്മൾ വലിയ ഫേമസ് ആകും എന്നൊക്കെ? എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഈ സിനിമയിലൊക്കെ കയറണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു? സിനിമയിൽ കാരണം ഒരു സിനിമ ഞാൻ കയറി, ഇതൊരു വാരിക്കുഴിയിലെ കൊലപാതകം, അതൊരു ചെറിയൊരു റോളുണ്ട്, അതെല്ലാം വേറെ യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇഷ്ടംപോലെ റോളും ഓഫറും ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ വരും, അതൊക്കെ വന്ന് ഒന്നും പറയാൻ പറ്റൂല. പക്ഷെ ഇതിന്റെ അത്ര ഫേമസ് ആവൂല സിനിമ ഒരിക്കലും ഇല്ല. ഇത് ഗംഭീരമായി പോയില്ലേ? ഡിസ്കോ ശങ്കരൻ എന്നൊക്കെ പറഞ്ഞ ആരാ? എനിക്ക് ആ കലാപരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ല, ഡിസ്കോ അത്രക്ക് ഇഷ്ടമാണോ? അല്ല, ഡിസ്കോ കാരണം മരിക്കാൻ പോവല്ലേ, എന്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എനിക്ക് ഡിസ്കോ കാണണോടെ, കാരണം ഈ പൈസ എങ്ങനെയും അടിച്ചു നീക്കണം. ഈ പരിപാടി കഴിയുന്നതിന് മുമ്പെങ്കിലും ശങ്കരപ്പൂപ്പന് ഒരു പ്രാവശ്യമെങ്കിലും ഡിസ്കോ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചോദ്യം, ഏറ്റവും വലിയ ചോദ്യം, ജീവിതത്തിലെ തന്നെ ഒരു ചോദ്യം അതാണ്. പിന്നെ ഗോവയ്ക്ക് ഈ ഗോവയ്ക്ക് പോകണമെന്ന് ഗോവയൊന്നും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഗോവയ്ക്ക് പോകണമെന്ന് പറഞ്ഞ എന്തെന്നറിയാം, അവിടെ ഈ വലിയ മറ്റേ കുപ്പി ഉണ്ടല്ലേ, അതിനൊക്കെ വില കുറവാണ്, അതാണ് ഗോവയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അത് ശരിയാണ്, അത് നല്ലൊരു ഐഡിയ ആണ്. പിന്നെ അവിടെ പോയി അതിന് കുപ്പിക്ക് വില കുറവാണ്, സൈഡിൽ കൂടെ ഇഷ്ടംപോലെ ഡിസ്കോ ഒക്കെ കാണാം. നമുക്ക് വേണ്ടതല്ല അവിടെ ഉണ്ട്. എനിക്ക് രാമേശ്വരത്തും കാശിയിലൊന്നും പോണ്ട, പിന്നെ എനിക്ക് ഗോവയിൽ പോണം. എവിടെ? ഗോവയില്. എന്തിന്? എന്തായാലും തീരാൻ പോവേന്, ബാക്കിയുള്ള ദിവസം അങ്ങ് അടിച്ച് പൊളിക്കാന്ന് ഗോവയിൽ പോവാം. എന്ത് ഈ 14 ദിവസം ഗോവ ചെന്ന് നടക്കാനാണ്? 2 ദിവസം ഗോവയിൽ, ബാക്കിയുള്ള ദിവസം എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വച്ചിട്ടുണ്ട്, അതൊന്ന് നടത്തണം. ബെൻസ് കാറിൽ കോട്ടും ഷൂട്ടും ഇട്ടുകൊണ്ട് എറണാകുളം സിറ്റി മുഴുവനും ഒന്ന് കറങ്ങണം. അതൊക്കെ കറങ്ങാം. പിന്നെ വിമാനത്തിലൊന്ന് കയറണം. വിമാനത്തിൽ ഒന്ന് കയറണം. അതും കയറാം. പിന്നെ ഡിസ്കോ ബാറിലൊന്ന് കയറണം. ഡിസ്കോ ബാറില്ല, ഡാൻസ് ബാറില്ല. കയറാം. പിന്നെ അല്ല, ഈ പിന്നെ എന്ന് പറഞ്ഞല്ലേ ലിസ്റ്റ് കുറെ ആയി, ഇതിനുള്ള പൈസ ഉണ്ടാ? എവിടെ ഇരിക്കുന്നത് പൈസ? ഞാനൊരു കാര്യം പറയട്ടെ, മുരളിച്ചേട്ടൻ അല്ല ശങ്കരഭൂപൻ ഇവിടെ ജനിക്കേണ്ട ആളല്ല, ഗോവയിൽ ജനിക്കേണ്ട ആളായിരുന്നു. കാരണം ആ ഒരു യുവത്വവും ആ ഒരു തുടിതുടുപ്പും ഒന്നും ഇവിടുത്തെ കേരളത്തിലുള്ള മനുഷ്യർക്കൊന്നും മനസ്സിലാകത്തില്ല. അതെ, ഈ സമയത്താണേലും ഇപ്പം അന്ന് പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം കൂടെ കെട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ, അത് ആക്ച്വലി പറ്റും. അതിനുള്ള ഒരു യുവത്വം ഇപ്പോഴും ഉണ്ട്. അത് യുവത്വം ഇല്ലെങ്കിൽ കെട്ടണമെന്ന് തോന്നിയാൽ കെട്ടും, അത് വേറെ, അതാണ് ശങ്കരൻ. അത് ശരി. അല്ല, ശരിക്കും ഉള്ള കുടുംബത്തെ പറ്റി പറയും. ശരിക്കുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പേര് പ്രഭകുമാരി, 2 മക്കളുണ്ട്. മോള് ശ്രീ സരസ്വതി വിദ്യാലയം സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്, കെട്ടിച്ചു വിട്ടു. 2 പെൺപിള്ളേരാണ്. മകൻ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിലെ ഡാൻസ് അധ്യാപകനാണ്. ആകെ മൊത്തം ഒരു കലാകുടുംബമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ വീട്ടിൽ ചേരുമ്പോഴത്തേക്കും ആകെ മൊത്തം ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഫീൽ ആയിരിക്കുമല്ലോ. പിന്നെ സംശയം തന്നെയാണ്, പാട്ടും ഡാൻസും ബഹളമൊക്കെ. അപ്പൊ ശങ്കരണ്ണന്റെ ഉള്ളിൽ ഒരു പാട്ടുകാരൻ ഉറങ്ങി കിടക്കുന്നത് ഞാൻ അറിയുന്നു. പാട്ടുകാരൻ ഉറങ്ങി കിടക്കണ എന്റെ ഉള്ളില ഇല്ലേ? ഈ ഉറങ്ങി കിടക്കണെന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ പാടിക്കോ, നമ്മൾ ഉണത്തണ്ടല്ലോ. പ്രത്യേകിച്ച് എന്റെ ശബ്ദം അറിയാല് എരുമ രാഗമാണ്. എന്നെ കൊണ്ട് പാടാൻ പറ്റുമോ? പറ്റൂല. ശങ്കരപ്പൂവിനെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്തെല്ലാം ഗംഭീര കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്താ ശങ്കരപ്പൂപ്പിനെ പറ്റി പറഞ്ഞതെന്നറിയാം? ശങ്കരപ്പൂപ്പൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്ക്രീനിൽ ഒരു പ്രത്യേകതരം ഒരു ഐശ്വര്യമാണ്. ആ മുഖം കാണുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കും. ശങ്കരപ്പൂപ്പനെ കൊണ്ട് നമുക്ക് ഒത്തിരി കലാപരിപാടികൾ ചെയ്യിക്കാൻ സാധിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ അവര് പറയും. പാട്ട് പറ്റും. എന്റെ അയലോകത്തോട് കൂടെ പോയിട്ടില്ല. അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കുമായിരിക്കും. പിന്നെ ഒരു 2 സ്റ്റെപ്പ് ഡിസ്കോ. അയ്യോ, അത് ഒട്ടുമേ നടക്കാതെ എന്നെ വയസ്സായ കാലത്തിട്ട് കൊന്നുകളയല്ലേ. അത് നടക്കാം. അത് കാണാനുള്ള ആഗ്രഹമേ ഉള്ളൂ, കളിക്കാനുള്ളതില്ല. അത് കാണണം, കണ്ടു പോയിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണേലും ഡിസ്കോ കളിക്കാനൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും സുന്ദരിയായ ഒരു ഡിസ്കോക്കാരി ശങ്കരപ്പൂപ്പനോട് എന്റെ കൂടെ ഡിസ്കോ കളിക്കാൻ വരൂ ശങ്കരപ്പൂപ്പ എന്ന് പറഞ്ഞ് വരില്ലേ? എന്ന് പറഞ്ഞ് വന്നാൽ തുപോലും വെള്ളം ആയിരുന്നു അടിച്ച് ടൈറ്റായിരിക്കുകയാണെങ്കിൽ ചില പാടി പോകും. അല്ല, സ്വയബോധത്തോടു കൂടി ആടാൻ പറ്റൂ.
ശങ്കരപ്പൂവിനോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കഥാപാത്രം പോലെ തന്നെ അതുപോലെ തന്നെയാണ് ശരിക്കും റിയൽ ലൈഫിൽ. ഇതുപോലൊക്കെ തന്നെയാണോ? അതെ, ഞാൻ സൂപ്പർ കോമഡി ആയിട്ട് സംസാരിക്കും. ഞാൻ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നു, ഇങ്ങോട്ട് വരുന്ന വഴി ഒരു പട്ടി കടിച്ചു. എന്റെ പൊന്നെ, അത് പറയേണ്ട ആവശ്യമില്ല. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് നടന്ന് ആട്ടോ പിടിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നതും പുറക്കാന്ന് ബൗന്നൊരു കവ് തിരിഞ്ഞു നോക്കുന്ന പട്ടി. അതാ ബാഗ് മാറി അടിച്ചിട്ട് പോവോ? പോവുകയില്ല. പാൻറ് ഇട്ടോടുണ്ട് സംഭവം. കടിയിട്ട് ചെറിയൊരു പോറല്, വലുതാന്നില്ല, ചെറിയൊരു പോറല്. സാരമില്ല, ചിലപ്പോ ഏതെങ്കിലും ഫാൻ ആയിരിക്കും. ഫാനല്ല, അത് വല്ല വേപ്പറ്റിയാലും ആണെങ്കിൽ അതിന്റെ ജീവിതം അവധിയായില്ലേ. ഇല്ല, അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. നമുക്ക് ശങ്കരണ്ണന്റെ ഇനി എത്ര കഥാപാത്രങ്ങളും എപ്പിസോഡുകളും കാണാനുള്ളതാണ്. വേറെ ഈ ഡിസ്കോ ശങ്കരണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും പേരൊക്കെ കിട്ടിയായിരുന്നു? എനിക്ക് വേറെ പേരൊന്നും അല്ലേ, സത്യം പറഞ്ഞോ? അങ്ങനെ വേറെ പേരൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇല്ല, കൊച്ചുനാള് മുതൽ വേറെ പേരൊന്നും ഇല്ല. എംജിആർ മുരളിന്ന് വിളിക്കും. എംജിആർ പഴയ സിനിമ നടൻ. എംജിആറിന്റെ ലുക്കായിരുന്നു അങ്ങനെ വിളിക്കും. കാരണം എംജിആറിന്റെ പടം വന്ന് തിയേറ്ററിൽ 10-15 പ്രാവശ്യം കയറി കണ്ടളായി. എംജിആറിന്റെ ഫാനാണോ? ഒരു സിനിമ 10-12 പ്രാവശ്യം കയറി കണ്ടളായി. എംജിആറിന്റെ എല്ലാ സിനിമയും 10-12 പ്രാവശ്യം കാണും. എല്ലാം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഒരു 10-12 പ്രാവശ്യം കയറി കണ്ടളായി. ഇപ്പൊ 10-12 പ്രാവശ്യം കാണുന്ന സിനിമകൾ വല്ല ഇറങ്ങാറുണ്ട്? ഇപ്പൊ എംജിആറിന്റെ പടം ഇല്ലല്ലോ. ശിവാജി ഗണേശന്റെ പടം വേറെ എങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ എന്ത് സിനിമയ്ക്ക് പോകണെന്നാ പൂർവ്വം. എംജിആർ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും, അത്രേ ഉള്ളു. അതാണ് നമ്മുടെ ശങ്കരണ്ണൻ. അപ്പൊ ശങ്കരപ്പൂവ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കല്ലേ? നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്രയും നേരം ഇരുന്ന് തന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ഒത്തിരി സമയമൊന്നും എടുക്കുന്നില്ല. മറ്റേ കുത്തിവെപ്പൊക്കെ എടുത്തു കഴിഞ്ഞു? കുത്തിവെപ്പ് തീർന്നു. പിന്നെ ഒരെണ്ണം 31-ാം തീയതി ഒരെണ്ണമുണ്ട്. അത് തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷം എടുക്കും. ഓക്കെ, അപ്പൊ പിന്നെ സൂക്ഷിച്ച് ഒരു വടിയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. വയസ്സായി എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ പട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കയ്യില് വഴിയിരുന്ന് പട്ടി ഓടിച്ചിട്ട് അടിക്കും. അതിനും ഒരു സാധ്യതയുണ്ട്. അപ്പൊ ശങ്കരണ്ണ, ഞാൻ ഇനി ഒത്തിരി സമയം കളയുന്നില്ല. ഓടിപ്പോക്കോ, തിരുവനന്തപുരത്ത് എത്താനുള്ളതല്ലേ? ഇവിടുന്ന് അവിടെ വരെ എത്തണം. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. പറഞ്ഞു വിട്ടേക്കാം നമുക്ക്. ശരി, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു സെൽഫി എടുക്കാം. സെൽഫിയാ? അത് വേണം. വാട എടുത്തോടാ, അപ്പൂപ്പന്റെ അവസാനത്തെ ആകുന്നില്ലടാ. വാടാ, ഞാൻ വരുന്നു. അപ്പൊ ഞാനോ? നീ ചാടാൻ നിൽക്കണം, നീ അത് വഴിവാ. അത് വഴിയാ? അവളെ ക്യാമറ ഉണ്ടാടാ. പിന്നെ എടുക്കുമ്പോഴേ എടാ ഇത് കിട്ടല്ലടാ, അപ്പൂപ്പൻ നാണക്കേടാണ്. അങ്ങനെയൊന്നുമില്ല മക്കളെ, എല്ലാം മൊത്തം എടുത്താൽ ഒരു നീയില്ലേ. നേരെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. പോണേ, എന്തോ മങ്ങിയിരിക്കണം. ദിയ